dynamic chemistry. കേൾക്കുന്നില്ല പറയുന്നത്? Yes, sir. Yes, sir. ഷെയർ ചെയ്ത് കാണുന്നില്ല, ഷെയർ ചെയ്തില്ല കാണുന്നത്. Sir, കാണുന്നുണ്ട്. Okay. So fifth module comes as a continuation of the fifth module. Fifth module concepts, അതായത് governing equations എന്താണ്, free vibrations എന്താണ്, force vibrations എന്താണ്, free undamped and free damped, അതുപോലെ forced damped, ഇതിലൊക്കെ നമ്മൾ എന്തൊക്കെയാണോ basically how we have written the governing equation, how we have solved to obtain the response, അതായത് final solution കണ്ടുപിടിച്ച് ചെയ്യുന്നത്. Same steps you have to keep in mind. And different sets of terminologies we have to take from the fifth module, the contents of fifth module, in order to solve different questions of sixth module, and to understand different concepts coming within the sixth module. So now the sixth module, it initially starts with whirling of shafts. Whirling of shafts in critical state, both are a single topic. Then we'll have to study about free torsional vibrations. Until now, what we have studied in fifth module about vibrations of translatory motion. Rotatory motion related അതൊക്കെ നമ്മൾ ഫിഫ്ത്ത് മോഡ്യൂളിലാണ് നോക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് whirling of shafts, അതിൻ്റെ critical speed, next torsional vibration, then self excitation and stability analysis, രണ്ടുപേരെ കണ്ടന്റിൽ വരും. അടുത്തത് വൈബ്രേഷൻ കൺട്രോൾ, വൈബ്രേഷൻ ഐസൊലേഷൻ, വൈബ്രേഷൻ അബ്സോർബർ. ഇത് ബേസിക്കലി കുറച്ച് തിയറി കൺസെപ്റ്റാണ്. അപ്പോൾ അത് തിയറിറ്റിക്കലായിട്ടുള്ള റീജനാണ്. എൻ്റെ കണ്ടന്റ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഉള്ളത് ഗെറ്റിൻ്റെ. പിന്നെ ഉള്ളത് ഫിഫ്ത്ത് മോഡലിൻ്റെ അവസാനത്തേക്ക് ഇവർ സിലബസ് പോലെ ടോപ്പിക്കാണ് മൾട്ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം. മൾട്ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൽ ബേസിക്കലി കുറച്ച് ഇത് കൺസെപ്റ്റ് പറയുന്നുണ്ട്. ആ കൺസെപ്റ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ടു ദ ന്യൂമറിക്കൽ ചോദ്യം. സോ ഹൗ ഐ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് സെയിം മാനറിലാണ് ന്യൂമറിക്കൽ സോൾവ് ചെയ്യുന്നത്. പിന്നെയുള്ള വൈബ്രേഷൻ മെഷർമെന്റ് വരുന്നതാണ് ആക്സിലറോമീറ്റർ, സീസോമീറ്റർ, വൈബ്രേഷൻ എക്സൈറ്റേഷൻ. ഓൾ ദ ത്രീ ആർ തിയറിറ്റിക്കൽ. സോ ഇതിൽ സിക്സ്ത് മോഡ്യൂളിൽ ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കിപ്പോൾ കാണിച്ചു തരാം. ഈ ഡയനാമിക്സ് മിഷനറി എല്ലാ കൊല്ലം വരുമ്പോൾ ഈ സിസ്റ്റം സിക്സ് മോഡ്യൂളിൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂമറിക്കൽ തന്നെയാണ്. അത് തിയറി മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു നോക്കി. പറഞ്ഞു ഓഡിയോ ക്ലിയർ ഇല്ല. ഓഡിയോ മാറ്റാം. ഞാനിപ്പോൾ മാറ്റി. ഞാൻ ഇതൊന്ന് സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്നത്. അതേ ലാപ്ടോപ്പിലാണ് ഓഡിയോ മാറ്റാം. സിലബസ് പറഞ്ഞതിന് ശേഷം അയച്ചു. എന്നിട്ട് ഇതിൽ മേജർലി ന്യൂമറിക്കൽസ് whirling of shafts ഉണ്ടാവും, ടോർഷണൽ വൈബ്രേഷൻ, ടോർഷണലി ഇക്വലന്റ് ഷാഫ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. 10 മാർക്കിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ട് ചെയ്യുക, ലെങ്തി ആവുന്ന. അതുപോലെ മൾട്ടി ഡിഗ്രി ഓഫ് ഷാഫ്റ്റ് അതിന് ഇതാണ് ബേസിക്കലി പഠിക്കാനുള്ളത്. അക്കോർഡിംഗ് ടു ഓൾഡ് അക്കാഡമിക് കലണ്ടർ, കോളേജിന്റെ ഓൾഡ് അക്കാഡമിക് കലണ്ടറിൽ 9-ാം തീയതി ആവുമ്പോഴേക്കാണ് 9th ജൂലൈ ആവുമ്പോഴേക്കും 9th ജൂലൈ ആവുമ്പോഴേക്കും തീരോ എന്ന് അറിയില്ല. കാരണം KC സിലബസിന്റെ കോർപ്പസിൽ 7 hours പറയുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കും കോൺസെപ്റ്റ് ശരിയാണ്. അപ്പോൾ അത് എത്ര സ്പീഡിൽ പോയാൽ 1-ാം തീയതി ആവുമ്പോഴേക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ നോക്കും. ഓക്കെ. So I do want to watch it. ഞാനിതൊന്ന് മൊബൈലിൽ കൊണ്ട് കണക്ട് ചെയ്തു. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, sir. Okay.
സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? Sir. Okay, we'll start our sixth module with this topic, whirling of shaft. Okay, now just look at the figure carefully. A figure considered that dotted line. Hello? In the Escort. ഹലോ, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇപ്പം എക്കോ ഇല്ലല്ലോ. ഇല്ല. So look at that figure carefully. In that figure, a shaft is being extended at two endpoints, and over that a rotating disc is mounted. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. Now look at the dotted axis which is shown. That is the initial position of the shaft. Now the rectangle that you see is the front view of the disc which is being mounted on the shaft. So what is happening is, see, in such a condition, it is never necessary that the center of mass of that particular shaft should coincide with the center line of shaft or the center of gravity of the shaft. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സി, ഷാഫ്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയോ അതിൻ്റെ മേലെ മൗണ്ട് ചെയ്ത ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയോ ഒരിക്കലും ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ the center of gravity of the shaft is never mandatorily supposed to coincide with the center line of the shaft also. ഒരിക്കലും അങ്ങനെ കോയിൻസൈഡ് ചെയ്യണം എന്നുള്ള കേസേ വരുന്നില്ല. ഓക്കെ, സോ ഇൻ ദിസ് സെനാരിയോ വെൻ ദ ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്. ഒരുപാട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് അവിടെ ഡെവലപ്പ് ആവും. ആൻഡ് ദോസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് വിൽ ടെൻഡ് ടു bend the shaft in the direction of eccentricity of the center of mass. ഏത് ഭാഗത്തേക്കാണോ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉള്ളത് ആ ഭാഗത്തേക്ക് ഷാഫ്റ്റിനൊരു ബെൻഡിങ് കൊടുക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് എന്താണല്ല. ഓക്കെ, ദിസ് ഫേർദർ ഇൻക്രീസസ് ദ എക്സെൻട്രിസിറ്റി. അതായത് സിൻസ് ബെൻഡിങ് ഈസ് ഒക്കറിങ്, ദ എക്സെൻട്രിസിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫിഗറിൽ എന്ന് കാണിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ള അതിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ദ ടൈം ബീങ് അണ്ടർസ്റ്റാൻഡ് ദ ഡീവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഫ്രം ഇറ്റ് സെൻറ്റർ ലൈൻ ആ ഷാഫ്റ്റ് എത്രത്തോളം മാറുന്നു എന്നുള്ളത്. ഓക്കെ, ഓൾസോ ദി എക്സെൻട്രിസിറ്റി മീൻസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ഷാഫ്റ്റ് ആൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഡിസ്ക്. സോ സിൻസ് ദ ഷാഫ്റ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ടു ബെൻഡ്, ദ എക്സെൻട്രിസിറ്റി ഈസ് ഫർദർ ഇൻക്രീസ്ഡ്. And due to the increase in eccentricity, again the centrifugal forces are also increased. So this keeps on going increasing. Now in this way, the effect of this cumulative forces or the cumulative effects starts increasing. This effect increase and ultimately what will happen is the shaft will fail. Okay, now this bending of the shaft will exactly depend upon the eccentricity of the center of mass of the rotor as upon the speed at which the shaft rotates. So ഈ റൊട്ടേറ്റിംഗ് റോട്ടർ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സെൻട്രിസിറ്റീനെയും ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഷാഫ്റ്റിൻ്റെ ബെൻഡിങ് നടക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സിനാരിയോ കറക്റ്റാണോ? മനസ്സിലായോ?
മനസ്സിലായോ? ഓക്കെ. നൗ ഇവിടെ നടക്കുന്ന വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആണ് അല്ലേ? വെൻ ദ മോളിക്യൂൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. നമ്മൾ ഇനീഷ്യൽ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് വൈബ്രേഷൻസ് പഠിച്ചിരുന്നു. ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിലും ഫ്രീ ഫോഴ്സ്ഡ് ഈ കേസസ് ഒക്കെ പഠിച്ചിരുന്നു. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ, ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ, റൊട്ടേഷണൽ വൈബ്രേഷൻ ഇതൊക്കെ പഠിച്ചിരുന്നു നമ്മൾ. ടോർഷണൽ വൈബ്രേഷൻ. സോ ഈ കേസിൽ സംഭവിക്കുന്നത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആണ്. നൗ ഈ ക്രിട്ടിക്കൽ സ്പീഡ് അല്ലെങ്കിൽ വേളിംഗ് സ്പീഡ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേളിംഗ് ഓഫ് ഷാഫ്റ്റ് എന്നും ഈ കൺസെപ്റ്റിന് പറയും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയും. ബോത്ത് ആർ ദ സെയിം. ഓക്കെ, that is the speed at which the shaft tends to vibrate violently in the transverse direction. ഈ സിനാരിയോയിൽ ഒരു ഷാഫ്റ്റ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ധരിക്കുക. അൾട്ടിമേറ്റ് വൈബ്രേഷൻ വിച്ച് will lead to its failure. That speed at which this phenomenon occurs is known as the whirling speed of shaft അല്ലെങ്കിൽ whirling of shaft or critical speed of shaft. മനസ്സിലാവുന്നുണ്ടോ? ആ പറഞ്ഞത് മനസ്സിലായോ? കൺസെപ്റ്റ് എന്താന്നുള്ളത്? ഓക്കെ. നൗ ഇൻ ദ ഫിഗർ ജസ്റ്റ് കൺസിഡർ, കുറച്ച് ടെർമിനോളജി ഞാൻ മേലെ എഴുതിയിട്ടുണ്ട്. KT, E, X, ഒമേഗ, ഒമേഗ സി, G. വാട്ട് ആർ ദീസ് ടേംസ്? KT എന്ന് പറഞ്ഞാൽ കൺസിഡർ ഇറ്റ് ആസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റിൻ്റെ സ്റ്റിഫ്നെസ് ആണ് വിചാരിക്കുക. G എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ഡിസ്ക് അല്ലെങ്കിൽ സെൻട്രോയിഡ് ഓഫ് ദ ഡിസ്ക്. C എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രോയിഡ് ഓഫ് ദി ഷാഫ്റ്റ് ആണ്. ഓക്കെ, ദേ ആർ നോട്ട് കോയിൻസൈഡ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ദീസ് സെൻട്രോയിഡ് ഓർ സെൻറ്റർ ഓഫ് മാസസ് ഓഫ് ഷാഫ്റ്റ് ആസ് വെൽ ആസ് ദ റോട്ടർ അല്ലെങ്കിൽ ഡിസ്ക് ഈസ് നോൺ ആസ് സ്മോൾ ലെറ്റർ E, വിച്ച് ഇസ് ദി എക്സെൻട്രിസിറ്റി, ആ ഡിസ്റ്റൻസ്. നൗ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് X വിച്ച് ഈസ് ഷോൺ ഇൻ ഫിഗർ? That is the distance to the new orientation of the shaft. Initially shaft നേരെയായിരിക്കും, സ്റ്റഡി ആയിരിക്കും. കുറച്ച് റൊട്ടേഷന് ശേഷമായിരിക്കും ഷാഫ്റ്റിൽ ബെൻഡിങ് വരിക അല്ലേ? ഓർ ഡിസ്ക് മൗണ്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു ബെൻഡിങ് വരിക. കാരണം എന്തുകൊണ്ടാണ് ഈ ഡിസ്ക് മൗണ്ട് ചെയ്യുമ്പോൾ ഇതിന് ചെറിയ ബെൻഡിങ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഡിസ്ക് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ റൊട്ടേഷൻ. ഡിസ്കിൻ്റെ റൊട്ടേഷൻ ഇങ്ങനെ ഉണ്ടാവും. ഡിസ്കിന് സ്വന്തമായിട്ട് സ്പിന്നിങ് ഉണ്ടാവും ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, വൈൽ ദ ഷാഫ്റ്റ് വിൽ ഹാവ് അനദർ സ്പിന്നിങ് ഓൺ ഷാഫ്റ്റ് ആക്സിസ്. സോ ഡെഫിനറ്റ്ലി ഒരു സ്റ്റാറ്റിക് ഷാഫ്റ്റിന് മേലെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഡിസ്ക് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ അതിന് ഇനീഷ്യലി ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും. ആ ഇനീഷ്യൽ ബെൻഡിങ്ങിൻ്റെ ഡിസ്റ്റൻസ് ആണ് എക്സ്, ഓർ എക്സ് ഈസ് നോൺ ആസ് ദി സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം. വാട്ട് ആർ ഒമേഗ ആൻഡ് ഒമേഗ സി? ഒമേഗ സി എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് ഷാഫ്റ്റ് ആണ്. ഈ ആംഗുലാർ വെലോസിറ്റി ഓഫ് ഷാഫ്റ്റിനെ തന്നെ നമുക്ക് എന്ത് പറയാം? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ഷാഫ്റ്റ് എന്നും പറയാം. ഒമേഗ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ഷാഫ്റ്റ് ആണ്. വാട്ട് ഈസ് ഒമേഗ സി? ഒമേഗ സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ്. ഒമേഗ സി ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ്. So now see, ആ ഫിഗറിൽ കാണിച്ച പോലെ ഡ്യൂ ടു ദിസ് പെർട്ടിക്കുലർ സിനാരിയോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ഡെവലപ്പ് ആകുന്നുണ്ട്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് എവിടെ നിന്നായിരിക്കും? എക്സ്റ്റേണലി ഔട്ട്വേർഡ്സ് ആണ് മൂവ് ചെയ്യുക, അതിൻ്റെ ഡയറക്ഷൻ. ആ എക്സ്റ്റേണലി ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞ പോയിന്റ് നോക്ക്. ആ ജിയിൽ നിന്ന് നേരെ താഴേക്ക്, കാരണം റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ അങ്ങനെയാണ് അല്ലെ? ഏത് ഭാഗത്തേക്കാണ് എക്സെൻട്രിസിറ്റി ആ ഭാഗത്തേക്കാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പോയിക്കൊണ്ടിരിക്കുക. So radially outward ആയിട്ട് centrifugal force develop ആവും. But when the centrifugal force is being developed, there gets generated an amount of restoring force which tries to restore the original shape of the shaft, or tries to restore the shaft in its mean position. അതിന്റെ mean position തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് restoring force ഉണ്ട്. That will act opposite to the centrifugal force. So now if you consider the equilibrium of the shaft, ഈ ഷാഫ്റ്റിന്റെ equilibrium consider ചെയ്താൽ we can write restoring force should be equal to centrifugal force. അങ്ങനെ എഴുതാലോ. Now what is centrifugal force? Centrifugal force എന്ന് പറഞ്ഞാൽ mr omega square ആണ്. restoring force എന്ന് പറഞ്ഞാൽ എന്താ? stiffness of the material multiplied by its static deflection. അതാണ് restoring force. സ്പ്രിങ്ങിന്റെ കേസിൽ നമ്മൾ kx എഴുതുന്നത്.
സോ ഇവിടെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്, സ്റ്റിഫ്നെസ് ഓഫ് ഷാഫ്റ്റ് ആയിട്ട് കെ ടി ആണ് കൊടുത്തിട്ടുള്ളത്. സോ ആ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? റെസ്റ്റോറിംഗ് ഫോഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇത് പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ എം ആർ ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ ആ ഇക്വേഷനിൽ ആഡ് ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അഡീഷണൽ ആയിട്ട് മാസോ ഫോഴ്സോ ഒന്നും ആക്ട് ചെയ്യുന്നില്ല. സോ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി മൗണ്ടഡ് റൊട്ടേറ്റിംഗ് ഡിസ്ക് അല്ലെങ്കിൽ റോട്ടറാണ്, അതിൻ്റെ മാസാണ്. ആ മാസിൽ നമുക്ക് ഡബ്ല്യു ബൈ ജി എന്ന് എഴുതാം. അതാണ് എം, ഡബ്ല്യു ബൈ ജി. ഇനി ആർ ഉണ്ട്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റിംഗ് സെൻറ്ററിന് ആ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെ, ദ ആക്സിസ് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നൗ സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് എൻ എക്സെൻട്രിസിറ്റി, സോ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ഇ ആണ്, അതാണ് ആർ. സോ എം ആർ ഒമേഗ സ്ക്വയറിൻ്റെ ഫോമാറ്റ് ആണ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു എക്സ് പ്ലസ് ഇ ഇൻറ്റു ഒമേഗ സ്ക്വയർ. Now, if we open the brackets of the right hand side, w by g into x plus w by g e omega square എന്നുള്ള രണ്ട് ടേം കിട്ടും. w by g into x into omega square എന്നുള്ള ടേമിന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ബിക്കോസ് ആ ടേമിലും എക്സ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിലും എക്സ് ഉണ്ട്. സോ ഇഫ് യു ടേക്ക് എക്സ് കോമൺ, ഫൈനലി നമുക്ക് കിട്ടുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കെ ടി മൈനസ് ഡബ്ല്യു ബൈ ജി ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിലോ ഡബ്ല്യു ബൈ ജി ഇൻറ്റു ഇ ഇൻറ്റു ഒമേഗ സ്ക്വയർ മാത്രം ബാക്കിയാവും. മനസ്സിലാവുന്നില്ല പറയുന്നത്? ഓക്കെ, now see, now left hand side you have a term multiplied by x, right hand side you have a term multiplied by e. ഞാൻ x by e എന്ന റേഷ്യോയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. വാട്ട് വിൽ ഹാപ്പൺ? x by e എന്ന് എഴുതുമ്പോൾ എന്താവും? w by g ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ടി മൈനസ് ഡബ്ല്യു ബൈ ജി ഒമേഗ സ്ക്വയർ വരും. അതിൽ ഡബ്ല്യു ബൈ ജി യു ക്യാൻ ക്യാൻസൽ ഔട്ട്. ഈ ടേമും ഈ ടേമും ക്യാൻസൽ ആക്കാം. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? 1 ബൈ കെ ടി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് 1 വരും. Now, since we are going to obtain the value of critical speed, critical speed നമുക്ക് ഇത് കൊണ്ട് എത്തിക്കേണ്ടത്. സോ ആ ഇക്വേഷനിൽ, അതായത് എക്സ് ബൈ ഇ ഇക്വേഷനിൽ എക്സ് ബൈ ഇ ഇൻറ്റു 1 ബൈ എന്നുള്ള ആ ഇക്വേഷനിൽ ഒമേഗ സ്ക്വയർ അവിടെ വെച്ചിട്ട് വി ആർ ജസ്റ്റ് ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ കെ ടി ജി ബൈ ഡബ്ല്യു. കെ ടി ജി ബൈ ഡബ്ല്യു എന്നുള്ളതിനെ ഒമേഗ സി സ്ക്വയർ എന്നുള്ളൊരു ടേം ആയിട്ട് എടുക്കുന്നത്. വാട്ട് വാസ് ഒമേഗ സി? ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, കെ ടി ജി ബൈ ഡബ്ല്യു എന്നുള്ളതിനെ ഒമേഗ സി സ്ക്വയർ, ഒമേഗ സി ഹോൾ സ്ക്വയർ എന്നുള്ള ടേം ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഒമേഗ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ബൈ ഡെൽറ്റ എന്നുള്ള അവിടെ നിൽക്കട്ടെ, തൽക്കാലം അവിടെ ഓക്കെ. So now KTG by W എന്നുള്ളതിനെ if you substitute omega c square, come back to the ratio x by e. What will happen to x by e? X by e will become 1 by omega c by omega whole square വരും, minus 1. ആ ബോക്സിലുള്ള ഇക്വേഷൻ മനസ്സിലായില്ലേ? ഇതെന്താന്നുള്ളത് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ അത്? Yes, sir. Okay. Now see when omega becomes omega c, or omega and omega c have both same values. What was omega? Omega is not a natural frequency of vibration of the shaft ആണ്, അല്ലെങ്കിൽ angular speed of the shaft ആണ്. Now when that equals the critical speed, that means speed is increased, speed കുറെ കൂടുതലായി അല്ലേ, that equals the critical speed. What happens to the ratio x by e? x by e എന്നുള്ള ratio tends to infinity. x by e എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് റിഫ്ലക്ഷൻ ബൈ എക്സെൻട്രിസിറ്റി ആണ്. ആ റേഷ്യോ ഇൻഫിനിറ്റിയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഡിസ്റ്റൻസ് എക്സ്ട്രീമായി മാറുന്നല്ലേ. ആൻഡ് അറ്റ് ദിസ് പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഒമേഗ ഇറ്റ് വിൽ അറ്റൈൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സ്പീഡ്. ദാറ്റ് മീൻസ് എക്സ് ബൈ ഇ എന്നുള്ള റേഷ്യോ ഏറ്റവും കൂടുതൽ ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ അതിൻ്റെ അർത്ഥം ഷാഫ്റ്റ് വളരെ വൈബ്രൻ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്ത് പൊട്ടിത്തെറിക്കുന്നല്ലേ. അതല്ല അതിൻ്റെ മീനിങ്. സോ ദ പോയിന്റ് അറ്റ് വിച്ച് ദിസ് ഒക്കേഴ്സ്, ആ പോയിന്റിലുള്ള ഒമേഗ
അതിൻ്റെ വാല്യൂ ആണ് ക്രിട്ടിക്കൽ സ്പീഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. സോ ആ പോയിന്റിൽ വാല്യൂ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ സി ആണ്. ആ ഒമേഗ സിനെയാണ് നമ്മൾ കെ ടി ബൈ ജി എന്നുള്ള ഇക്വേഷനിൽ എഴുതിയത്. ഇനി നോക്ക്, സി ആ റെഡ് കളറിൽ എഴുതി നോക്ക്. സി സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു മാസ് എം ഈസ് ഡെൽറ്റ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് യൂഷ്വലി നമ്മളിപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് കാണിക്കും. ഒരു ബോഡിക്ക് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ, ഇമേജിൻ എ സ്പ്രിംഗ് മാസ് സിസ്റ്റം, അതിൽ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്ന എപ്പോഴാണ്? സ്പ്രിങ് ഫ്രീ ആയിട്ട് ഹാങ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ വെറുതെ ഞാനൊരു മാസ് കൊണ്ട് അറ്റാച്ച് ചെയ്താൽ ദ ഇലോങ്ങേഷൻ ദാറ്റ് ഈസ് ഒക്കറിംഗ് ടു ദ സ്പ്രിംഗ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. അത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്നില്ല, ഞാൻ ആ സിസ്റ്റത്തിലേക്ക് മാസ് ആഡ് ചെയ്തപ്പോൾ ഉണ്ടാകുന്നതാണ്. സോ യൂഷ്വലി ആ സ്പ്രിംഗ് ഫോഴ്സിന് നമ്മൾ എഫ് ഈസിക്കൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതും. ഇവിടെ എഫ് എന്ന് പറയാനൊന്നുമില്ല, ആ മാസ് ആണുള്ളത്. അപ്പം മാസിൻ്റെ താഴോട്ട് ആക്ട് ചെയ്യുന്ന ആ വെയിറ്റിനെയാണ് നമ്മൾ ഫോഴ്സ് ആയിട്ട് എടുക്കുന്നത്. സോ അതുകൊണ്ട് ഡബ്ല്യു ഇസിക്കൽ ടു കെ എക്സിന് പകരം ഡെൽറ്റ ഇൻറ്റു കെ ടി എന്ന് എഴുതുന്നത്, കാരണം ഇത് ഷാഫ്റ്റിൻ്റെ കേസാണ്. സോ ഡബ്ല്യു ഇസിക്കൽ ടു കെ ടി ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതി. ഇതൊന്നുമില്ല, നമ്മുടെ സ്പ്രിംഗ് ഫോഴ്സ് എഴുതുന്ന പോലെ തന്നെ ഇസിക്കൽ ടു കെ ടി ഇൻറ്റു ഡെൽറ്റ. അതിൽ നിന്ന് ഡെൽറ്റ ഇസിക്കൽ ടു ഡബ്ല്യു ബൈ കെ ടി എന്ന് എഴുതാം. സോ ദാറ്റ് മീൻസ് 1 ബൈ ഡെൽറ്റ, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ വിൽ ഗെറ്റ് കെ ടി ബൈ ഡബ്ല്യു. ഈ കെ ടി ബൈ ഡബ്ല്യുവിനെ ഈടിട്ടാട്ടെ ഈ ഇക്വേഷനിൽ ഇട്ടാം. കെ ടി ബൈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ ഡെൽറ്റ. ദാറ്റ് മീൻസ് ഒമേഗ സി സ്ക്വയർ ബിക്കം ജി ബൈ ഡെൽറ്റ. ഒമേഗ സി സ്ക്വയർ ജി ബൈ ഡെൽറ്റ ആണെങ്കിൽ വാട്ട് വിൽ ബി ഒമേഗ സി? റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റ. സോ ഒമേഗ സി റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് ആണെങ്കിൽ സെയിം ഫ്രീക്വൻസി ഓർ ക്രിട്ടിക്കൽ സ്പീഡ് ഇൻ ഹെർട്സ് എന്തായിരിക്കും? 1 ബൈ 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റ. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ ഇത്? ഹലോ, Yes, sir. ഈ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ ക്രിട്ടിക്കൽ സ്പീഡിൻ്റെ? കാരണം ന്യൂമറിക്കൽ വരില്ല. Sir. ഓക്കെ. സോ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, വേളിംഗ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? ഓക്കെ, അത് ചോദിക്കാം. ഡിറൈവ് an equation to arrive at the value of critical speed of shaft, അതും ചോദിക്കാം. ചോദിച്ചാൽ തന്നെ അത് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും, 5 മാർക്കും 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും. ബട്ട് ഡെഫിനറ്റ് ആയിട്ടും വേളിംഗ് സ്പീഡ് റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽ ഉണ്ടാവും. ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടായിരിക്കും വരിക, എല്ലാം ഓരോ സിംഗിൾ ക്വസ്റ്റൻ ആയിരിക്കും. ഇപ്പോൾ ഡാമ്പിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം, ലോഗരിതം എടുക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ഇന്നലെ ചെയ്ത ന്യൂമറിക്കലെല്ലാം കമ്പൈൻഡ് ആയിട്ടാവുന്നത്. സിമിലർലി കമ്പൈൻഡ് ആയിട്ടൊരു ന്യൂമറിക്കലായിരിക്കും ഈ വേളിംഗ് ഷാഫ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഐ ഷോ യു. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ? ഞാൻ ഷെയർ ചെയ്യുന്ന PDF കാണുന്നുണ്ടോ? Yes, sir. ഓക്കെ, ഇത് ഡൈനാമിക്സ് ഓഫ് മെഷീനറിൻ്റെ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അതിൽ നോക്ക്, പാർട്ട് സി കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു നമ്മളുടെ 5th and 6th മൊഡ്യൂളാണ്. പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാട്ടെ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഡാമ്പിംഗ് ഫാക്ടർ, 2 മാർക്കിൻ്റെ. അടുത്തത്
സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്, കെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ലോഗരിതം ഡിക്രിമെൻറ്റ് ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡാമ്പിംഗ് ഫാക്ടർ, ഡാമ്പിംഗ് കോവേഷൻ. 8 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ന്യൂമറിക്കൽ. അടുത്ത 10th ക്വസ്റ്റ്യൻ നോക്ക്, 10ാമത്തെ. മാസ് ഓഫ് എൻ ഇലക്ട്രിക് മോട്ടോർ ഇത്ര, ആർമേച്ചർ മാസ് ഈസ് ഇത്ര, മോട്ടർ മൗണ്ടഡ് ഓൺ സ്പ്രിങ് അസ്യൂം. അതിൽ കണ്ടുപിടിക്കേണ്ട സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്, ഡൈനാമിക് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ബേസ് അറ്റ് ദ ഓപ്പറേറ്റിംഗ് സ്പീഡ് ആൻഡ് 3 നാച്ചുറൽ ഫ്രീക്വൻസി സിസ്റ്റം. ദിസ് ഈസ് റിലേറ്റഡ് ടു ട്രാൻസ്മിസിബിലിറ്റി. ഇതിൻ്റെ ന്യൂമറിക്കൽ നമ്മൾ ചെയ്തിട്ടില്ല. ഇഷ്ടം പോലെ ന്യൂമറിക്കൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം പോലെ ന്യൂമറിക്കൽസ് ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ നോക്കാൻ പറ്റാഞ്ഞത്. നമുക്ക് ഇനി എനിക്കറിയില്ല 9-ാം തീയതി കഴിഞ്ഞാൽ എങ്ങനെയാണ് സമയം ഉണ്ടാവില്ല എന്നൊക്കെ ഒന്നും അറിയില്ല. കണ്ടന്റ് മുഴുവൻ നമ്മൾ തിയറട്ടിക്കലായി നോക്കിയിട്ടുണ്ട്. ട്രാൻസ്മിസിബിലിറ്റിൻ്റെ ഇക്വേഷൻ അറിയാൻ നിങ്ങൾക്ക് അതിൽ തന്നെ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ഉണ്ട്, എഫ് നോട്ട് എല്ലാം കണ്ടുപിടിക്കേണ്ട എല്ലാ ഇക്വേഷൻസും കയ്യിലുണ്ട്. നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത് അറിയാം. ഓക്കെ, ദാറ്റ് ഈസ് അഗെയിൻ എ 10 മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്ത ടേം ഡൈനാമിക് മാഗ്നിഫയർ. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ട്രാൻസ്മിസിബിലിറ്റി. ട്രാൻസ്മിസിബിലിറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ ഫാക്ടർ റിലേറ്റ് ചെയ്താണ് ഡൈനാമിക് മാഗ്നിഫയർ. അടുത്ത് നോക്ക്, ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ദാറ്റ് ഈസ് അനദർ ന്യൂമറിക്കൽ റിലേറ്റഡ് ടു ദാറ്റ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഓക്കെ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടോർഷണൽ വൈബ്രേഷൻ. 6th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ. ടോർഷണൽ വൈബ്രേഷൻ നമ്മൾ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. 10 മാർക്കിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നാച്ചുറൽ ഫ്രീക്വൻസി ടോർഷണൽ വൈബ്രേഷൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്ക്. വേർലിംഗ് സ്പീഡ് ഓഫ് ഷാഫ്റ്റ്. പ്രൂവ് ദാറ്റ് വേർലിംഗ് സ്പീഡ് ഓഫ് ഷാഫ്റ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഈസ് സെയിം ആസ് ദ ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ഒമേഗ സി എന്നുള്ളതിലൊക്കെ എത്തിക്കണ്ട. 5 മാർക്കിൻ്റെ കാൽക്കുലേറ്റ് വേർലിംഗ് സ്പീഡ് ഓഫ് ഷാഫ്റ്റ് ഓഫ് 20 mm ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റിന് അതിൻ്റെ ന്യൂമറിക്കൽ. ദാറ്റ് ഈസ് 5 മാർക്സിൻ്റെ ന്യൂമറിക്കലും ഉണ്ട്. അടുത്തത് സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ റൈസ്. ഓക്കെ, അത് 2 റോട്ടർ 3 റോട്ടർ സിസ്റ്റത്തിൻ്റെ ന്യൂമറിക്കൽ. അത് നമ്മളെത്തും. ഫൈൻഡ് ദ നാച്ചുറൽ ഫ്രീക്വൻസീസ് ഓഫ് ടോർഷണൽ വൈബ്രേഷൻ. അത് റോട്ടർ സിസ്റ്റം ടോർഷണൽ വൈബ്രേഷൻ്റെ അത് നമ്മളെത്തും. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് പറഞ്ഞാൽ ഓൾ ദീസ് ആർ റിലേറ്റഡ് ടു 6th മൊഡ്യൂൾ ന്യൂമറിക്കൽസ് ആണ്. 6th മൊഡ്യൂളിൽ ഇത്രയും കണ്ടന്റ് ന്യൂമറിക്കൽസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Okay, now let us come back to our syllabus. Whirling speed of shaft എന്താണെന്ന് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ടോർഷണൽ വൈബ്രേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ചെറിയ ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. മൾട്ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മുടെ സിലബസിലെ ലാസ്റ്റ് 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ആയിട്ട് വന്നതാണ്. ഡയറക്റ്റ് 10 മാർക്കിൻ്റെ പഴയ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒന്നാണ്. ബാക്കിയുള്ളതെല്ലാം കോളേജിലായിപ്പോയി. ഞാൻ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് PDF ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നിന്ന് ഡയറക്റ്റ് 10 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ഉണ്ടാവുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് നമുക്ക് ടോർഷണൽ വൈബ്രേഷൻ, കാരണം ടോർഷണൽ വൈബ്രേഷൻ റിലേറ്റ് ചെയ്ത് കുറേ കൺസെപ്റ്റ്സ് പറയാനുണ്ട്. ടോർഷണൽ വൈബ്രേഷൻ എന്താണ്, അതിന് ഡെറിവേഷൻ ഉണ്ട്, ഈക്വലന്റ് ടോർഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം. പിന്നെ അതിൽ തന്നെ വരുന്ന 2 റോട്ടർ 3 റോട്ടർ സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. കാരണം ടോട്ടലി ന്യൂമറിക്കൽ റിലേറ്റഡ് കൺസെപ്റ്റ്സ് ആണ്. ജസ്റ്റ് ഗെറ്റ് ഇൻ ടു മൾട്ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് മൾട്ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നുള്ളത് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. നിങ്ങൾക്കറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, what was degrees of freedom? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? Number of directions in which motion is possible for a body. അത് നിങ്ങൾ മെക്കാനിക്സ് ഓഫ് മെഷീനറിന്റെ ടേംസ് പറയുന്നില്ലേ. ഇവിടെ നമ്മൾ മോഷൻ ഈസ് പോസിബിൾ ഫോർ എ ബോഡി ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്ഷനിൽ ബോഡിക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
വൈബ്രേഷൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യത്തെ 1-2 ക്ലാസ് ഞാൻ കംപ്ലീറ്റ് വൈബ്രേഷൻ ആയിട്ടുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ, അതിന്റെ മിക്സർ വരുന്നുണ്ടെങ്കിൽ അതെന്താണ് കോമ്പിനേഷൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. ഈ നിങ്ങൾക്ക് നോട്ട് കിട്ടുന്നവരെ നിങ്ങളെ കൈ അനക്കൂല. ഒരു പേപ്പറിൽ നിങ്ങൾ ഒരു വര പോലും വരക്കൂല. നിങ്ങൾ ലെക്ചർ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ഒരു സാധനം പോലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കൂല. ഇന്നത്തെ പേപ്പറിൽ കണ്ടിട്ടാ എല്ലാവർക്കും വാക്സിനേഷൻ കോളേജ് തുറക്കാൻ പദ്ധതി ഉണ്ട് എന്നുള്ളത്. നിങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് S6 എക്സാമിനേഷൻ ഓൺലൈൻ ആയിരിക്കും എന്നാണോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ധരിച്ച് അവസാനം S5 എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായത്? ഓഫ്ലൈൻ അല്ലേനോ? S6 ഓൺലൈൻ ആയിരിക്കും നിങ്ങൾ ധരിക്കുന്നുണ്ടോ? S7 റിസൾട്ട് വന്ന് ഇനിയിപ്പോൾ അടുത്തന്നെ നിങ്ങളെ S5 റിസൾട്ടും വരുമായിരിക്കും. എനിവേ, വിത്ത് റെസ്പെക്ട് ടു മെക്കാനിക്കൽ വൈബ്രേഷൻസ്, ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ക്യാൻ യു ഡിഫൈൻ? ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദാറ്റ് പർട്ടിക്കുലർ വൈബ്രേറ്ററി മോഷൻ ഓഫ് എ സിസ്റ്റമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ. ഹൗ മെനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് ഒരു സിസ്റ്റത്തിൽ നോക്കാൻ വേണ്ടിയുള്ളൂ. ഇപ്പോൾ വഴി ഇത്ര മാത്രം നോക്കിയാൽ മതി. നമ്പർ ഓഫ് മാസസ് എത്ര അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മതി. കാരണം മാസ് ഈസ് ദ ബോഡി ദാറ്റ് ഇമ്പാർട്ട്സ് ഇനേർഷ്യ ഫോഴ്സ്. ദാറ്റ് മീൻസ് അതിന് വെലോസിറ്റി ആക്സിലേഷൻ ഉണ്ടാവും. ഈ വെലോസിറ്റി ആക്സിലേഷൻ ഒക്കെ ഉണ്ടാകുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് ബീങ് ഡിസ്പ്ലേസ്ഡ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ആണ് മോഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ വൈബ്രേറ്റിംഗ് സിസ്റ്റം, അത് മൾട്ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ, അതായത് മോർ ദാൻ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള എല്ലാം മൾട്ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം ആണ്. സോ ഹൗ മെനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്ന എത്ര നമ്പർ ഓഫ് മാസ് അതിലുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഇൻ ദ ഗിവൺ ഫിഗർ സി അതിലെന്താണ് 2 masses are attached and you see 3 springs. 3 springs കാണുന്നുണ്ട്. അതിൽ തന്നെ 2 മാസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. Just look at that one. How can we write the governing equations for mass m1 and for mass m2? ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. For mass m1 നമുക്ക് എന്താണ്, m1 കൊണ്ട് ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് m1 into x1 ഡബിൾ ഡോട്ട് m into a ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ x1 ഡബിൾ ഡോട്ട് ആണ്, പ്ലസ് സ്പ്രിങ് K1 m അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മാസ് 1 ആയി. സോ അവിടെ ഉണ്ടാകുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സ് ഓർ സ്പ്രിംഗ് ഫോഴ്സ് K1 x1 പ്ലസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്പ്രിംഗ് K ഉണ്ട്. K is also attached with m1. See, K is attached with mass m1 as well as mass m2. Now we are discussing about mass m1. So ആ K ഉണ്ടാക്കുന്ന K-യുമായി റിലേറ്റ് ചെയ്ത സ്പ്രിംഗ് ഫോഴ്സ് ഓർ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഏതാണ്? സിൻസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് മാസ് m1, നമുക്കിതൊന്നും വാല്യൂ അറിയില്ല. m1 എത്രയാണ്, K1 എത്രയാണ്, K2 ഒന്നും അറിയില്ല. ആൻഡ് ഓൺലി ബിക്കോസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് മാസ് m1, ആ K കൊണ്ടുണ്ടാകുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സ് ഞാൻ K ഇൻറ്റു x1 മൈനസ് x2 എന്ന് എടുക്കും. K ഇൻറ്റു x1 മൈനസ് x2. കാരണം x2 പാർട്ട് എന്ന് പറഞ്ഞാൽ മാസ് m2ൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ മാസ് m1 ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ x1 മൈനസ് x2 എന്ന് എടുത്തു. ഇതേ സമയം മാസ് m2 ആയിരുന്നെങ്കിൽ ഞാൻ അത് x2 മൈനസ് x1 എന്ന് എടുത്താണ്. ദാറ്റ് യു ക്യാൻ സീ ഇൻ ദ ബിലോ ജസ്റ്റ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഫോർ മാസ് m2, the governing equation of motion can be written as what? m2 x2 double dot plus k into x2 minus x1 plus k2 x2. Intermediate ആയിട്ട് വരുന്ന k അത് m2 ആയിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് ഇക്വേഷൻ ഞാൻ x2 minus x1 എടുത്തത്. Now if we rewrite both the equations then combine it to equation number 1, അതിങ്ങനെ ഉണ്ടാവും. See, x1ൻ്റെ ടേം സെപ്പറേറ്റ് ചെയ്ത് x2ൻ്റെ ടേം സെപ്പറേറ്റ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് x1ൻ്റെ ടേംസ് സെപ്പറേറ്റ്, x2ൻ്റെ ടേംസ് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഇക്വേഷനിൽ അതാണ് ചെയ്തത്. സോ ഫസ്റ്റ് വൺ വിൽ ബി m1 x1 ഡബിൾ ഡോട്ട് പ്ലസ് k1 പ്ലസ് k. കാരണം k1 x1 ഉണ്ട്, k ഇൻറ്റു x1 മൈനസ് x2 ഉണ്ട്, അതിൽ നിന്നൊരു k x1 കിട്ടും. k1 പ്ലസ് k ഇൻറ്റു x1 മൈനസ് k x2. ലുക്ക് അറ്റ് ദി അതർ ഇക്വേഷൻ. m2 x2 ഡബിൾ ഡോട്ട് പ്ലസ് k പ്ലസ് k2 ഇൻറ്റു x2 മൈനസ് k ഇൻറ്റു x1 ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 കിട്ടും. What is equation number 1? Equation number 1 becomes the governing equation for what? Governing equation for the multi degrees of freedom. ഈ കാണിച്ച മൾട്ടി ഡിഗ്രി ഫ്രീഡം സിസ്റ്റത്തിന്റെ ഗവേണിംഗ് ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ 1. ഇനി അതിന്റെ സൊല്യൂഷനിലേക്ക് പോകുന്നത് അത് വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.
കാരണം 10-20 സമയമാവാനായി കഴിയില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് നിർത്താം.